അസ്സലാമു അലൈക്കും. ഹായ് എവരിബഡി. സഹോദരങ്ങളെ, വേറൊന്നുമല്ല, ഞാൻ ഇന്ന് വന്നത് കഴിഞ്ഞ ദിവസം കണ്ട വളരെ വേദനിപ്പിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. വളരെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും സങ്കടം വന്നു പോയി. കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ വളപട്ടണം എന്ന് പറയുന്ന നാട്ടിൽ. സഹോദരൻ, ഞാൻ ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഇത് കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തരുത് പ്ലീസ്. ഇസ്ലാം ഇതല്ല എന്ന് പറഞ്ഞാലല്ല, ഇസ്ലാം ഇതിനെ അനുകൂലിക്കുന്നില്ല. പള്ളികൾ കേന്ദ്രീകരിച്ച് പറയുന്നുണ്ട് പാടില്ല എന്നുള്ളത്. കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് പേക്കൂത്ത് നടത്തരുത്, ഹറാമായ നിങ്ങൾ ചെയ്യരുത്. എല്ലാ പള്ളികളിലും അത് പറഞ്ഞിട്ട് ചില മഹല്ലുകളിൽ തന്നെ അത് അങ്ങനെ ചെയ്യുന്നവരെ ബഹിഷ്കരിക്കുന്നുമുണ്ട്. എന്നിട്ടും ഇതുപോലെയുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ അതിനെ കാണുന്നവർ ഇസ്ലാമിനെ പറയല്ലേ, ദയവ് ചെയ്തിട്ട്. ഇസ്ലാം അതല്ല, ഇങ്ങനെയുള്ള തോന്നിവാസികളുടേതല്ല ഇസ്ലാം. നമുക്കൊരു മാതൃകയുണ്ട്, അതിലൂടെ നന്നായി കല്യാണം കഴിഞ്ഞ് പോകുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ അതൊന്നും എന്താ പറയാത്തത്? ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ അപ്പോഴത്തേനും അതെടുത്തിട്ട് കണ്ടല്ലേ, ഇതാണ് ഇസ്ലാം, ഇതാണ് മുസ്ലിംസ് എന്ന് പറയാൻ ബാക്കി എത്ര ആൾക്കാരുണ്ട്? അവരൊക്കെ ഇത് ചെയ്ത് നടക്കുവാണോ? അല്ല, ഈ തെമ്മാടിത്തരം കാണിക്കുന്നവര് നിക്കാഹ് എന്ന് പറയുന്നത് മൻ തസവ്വജ ബി ഇംറഅത്തിൻ ഫഖദ് അഹ്റസ സുൽസൈ ദീനി ഫല്യത്തഖില്ലാഹ ഫി സുൽസിൽ ബാഖി. ഇത് കൃത്യമായി എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നതാ. കല്യാണം കഴിക്കുക, ഒരു ഭാര്യ ഭർത്താവ് ജീവിക്കുക, ദീനിന്റെ 3/2 ഓഹരി അവർക്ക് കിട്ടുമെന്നാണ്. മാത്രമല്ല ഫല്യത്തഖില്ലാഹ ഫി സുൽസിൽ ബാഖി, ബാക്കി ഒന്ന് അത് അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ്. എന്ന് വെച്ചാൽ തഖ്വയോടുകൂടിയായിരിക്കണം കല്യാണം എന്ന് പറയുന്നത്, നിക്കാഹ് എന്ന് പറയുന്നത്. ആ കല്യാണം കഴിക്കുന്ന ചെക്കനോ പെണ്ണോ ചിലപ്പം അവർ സമ്മതിക്കുന്നവരുണ്ട്, ചിലപ്പോൾ സമ്മതിക്കാത്തവരുണ്ട്. കൂട്ടുകാര് അവരങ്ങോട്ട് ചെയ്യും, വേണ്ടാന്ന് പറഞ്ഞാലും ചെയ്യും. അപ്പോൾ കൂട്ടുകാരല്ലേ ചെയ്യുന്നത്, അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്നിട്ട് ഇവർ മിണ്ടാണ്ട് നടക്കും, അതിന് കൂട്ടം നിൽക്കും. എന്തെല്ലാം തോന്നിവാസങ്ങളെന്നറിയോ? ഇത് ശുദ്ധ തെമ്മാടിത്തരം മാത്രമാണ്, ദീനല്ല. നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണേ. താഴെ വന്നിട്ട് ഇതുപോലെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ഇസ്ലാമിനെ പറയരുത്, ഇസ്ലാമല്ല. ഹൈന്ദവരുടെ ഒരുപാട് കല്യാണങ്ങൾ കാണുന്നുണ്ട്, അതിലും ഇതുപോലെ പലയിടത്തും വളരെ തോന്നിവാസങ്ങളുണ്ട്. അതുകൊണ്ട് ഹൈന്ദവ മതം അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹിന്ദു മതം അങ്ങനെ അനുകൂലിക്കുന്നില്ല. അവിടെ ഒരു ആചാരമുണ്ട്, ആ വിളക്കിൻ്റെ ഇങ്ങനെ ചുറ്റി നടക്കുക, കൈ പിടിച്ചിട്ട് പോവുക, അവിടെ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും മാറ്റിവെച്ച് അതിനപ്പുറം അതൊക്കെ നശിപ്പിക്കുന്ന രൂപത്തിൽ തോന്നിവാസം ചെയ്യുന്ന വേറെ ടീംസ് ഉണ്ട്. അതുകൊണ്ട് ഹിന്ദു ഇതാണ് എന്ന് പറയാൻ പറ്റുമോ? ഹൈന്ദവ മതം ഇതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ക്രൈസ്തവരുടേതാണെങ്കിലും ആരുടേതാണെങ്കിലും ശുദ്ധ തെമ്മാടിത്തരം ചെയ്യുന്നത് അവർ തെമ്മാടികൾ, ആ കൂട്ടത്തിൽ അങ്ങോട്ട് വിടണം. അതിന് ദീനുമായിട്ട് മതവുമായിട്ട് ബന്ധിപ്പിക്കരുത്. എൻ്റെ ആൾക്കാരോട്, എൻ്റെ മുസ്ലിം സമുദായത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കളിക്കുന്നത് ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദീനാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങളുടെ ദീൻ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവാൻ. നമുക്ക് ആകെ ഓരോയുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളുടെ സുന്നത്തിനെയാണ് ഇതുപോലെയുള്ള ശുദ്ധത്തമ്മാടിത്തരമാക്കിയിട്ട് നിങ്ങൾ മാറ്റുന്നത്. ആ ഹബീബിന്റെ മുന്നിൽ നമ്മൾ പോകേണ്ടതാ, ഹബീബിന്റെ ഷഫാഅത്തിന് വേണ്ടി കരയേണ്ടവരാ നമ്മൾ. എവിടെ കിട്ടാനാ? അതൊക്കെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു സമ്പ്രദായം അല്ലെങ്കിൽ സംവിധാനം, ഒരു പേക്കൂത്ത്, അതാണിത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നിങ്ങൾ ഇതുപോലുള്ള ചെയ്യരുതേ. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ദീനാണ്. മറ്റുള്ളവർക്ക് അർമാദിക്കുന്നവര് അവർ നിങ്ങളെ സഹായിക്കൂല, അവർ നിങ്ങളെ കബറിൽ വന്നിട്ട് ദുആ ചെയ്യൂല, കബറിൽ നിങ്ങൾക്ക് കൂട്ടുകടക്കൂല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സൂക്ഷിക്കുക.